കൊച്ചി നഗരത്തിൽ പോലീസ് വ്യാപകമായി റെയ്ഡ് നടത്തി. ഫോട്ടോസ്റ്റാറ്റ് കടകളിലടക്കമായിരുന്നു പരിശോധന. എറണാകുളം റൂറലിലെ 3 സ്റ്റേഷൻ പരിധിയിലെ സ്ഥാപനങ്ങളിലാണ് പോലീസിന്റെ പരിശോധന നടന്നത്. അവയവദാനം നടത്താൻ ആവശ്യമായ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് വിവരം. ഈ പള്ളിക്കരയിൽ കുന്നത്തനാട് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം ഈ കൊച്ചി നഗരത്തിലെ ചില ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഇത്തരം ഈ അവയവ കടത്ത് മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതായത് അതിനായി ഈ അവയവദാനത്തിനായി വ്യാജരേഖ ഉണ്ടാക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു. കൊച്ചി നഗരത്തിലടക്കം അല്ലെങ്കിൽ കൊച്ചി എറണാകുളം ജില്ലയിലടക്കം വിവിധയിടങ്ങളിൽ ഇതിനുവേണ്ടി പ്രത്യേക സംഘമുണ്ട്. പോലീസിന്റെ പരിശോധന എങ്ങനെയായിരുന്നു? എന്തെങ്കിലും വ്യക്തമായൊരു സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? പ്രധാനമായും എറണാകുളം റൂറൽ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കുന്നത്തുനാട്, തടിയിട്ടപ്പറമ്പ്, അതുപോലെ അമ്പലമേട് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നു വരുന്നത്. വ്യാപകമായി പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരം പരിശോധനകൾ ഉണ്ടാകുന്നത്. കാരണം ഇത്തരം വ്യാജരേഖകൾ ചമയ്ക്കുന്നത് കാസർഗോഡ് സ്വദേശി നജീബ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്. അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അയാളുടെ നേതൃത്വത്തിലാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. വ്യാജരേഖകൾ, അതായത് അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനുള്ള വ്യാജരേഖകൾ ചമയ്ക്കുകയാണ് ഈ സംഘം ചെയ്തത്. പലയിടത്തും നമുക്ക് നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം അവയവദാനങ്ങൾ നടക്കുകയും ഈ അവയവദാതാവിന് ഈ ഓഫർ ചെയ്ത തുക ലഭിക്കാതെ വരികയും പല ആളുകളോടും ചിലപ്പോൾ 20 ലക്ഷവും അല്ലെങ്കിൽ 8 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്തിട്ടായിരിക്കും ഇവരിൽ നിന്നും അവയവം വാങ്ങി ശസ്ത്രക്രിയ നടത്തുന്നത്.